നമ്മൾ 50 രൂപയുടെ ചിപ്സ് മേടിച്ചിരിക്കുക കേട്ടോ. ആ മസാല കേട്ടോ സാല. അപ്പോൾ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മളൊരു കപ്പ വറുത്ത് വിൽക്കുന്നൊരു കട കണ്ട്. അണ്ണേ ഉങ്ങളുടെ പേരെന്നെ? വേലൻ. വേലൻ വേലൻ. உங்களோட ஊரெங்க? சேலம், தமிழ்நாடு. சேலத்து. இந்த வேலை எவ்வளோ நாளாகிட்டு இருக்கு? ഇവിടെ 2 വർഷം. 2 வருஷம். ഈ സെയിം ജോബ് തന്നെ? சேம் ஜாப். ഈ இப்போ எப்படி இருக்கு வியாபாரம் எல்லாம் எப்படி இருக்கு? சீசன்னா கச்சவடம் உண்டு. இது சீசன். இது மாதிரி சீசன் தான். சீசன் டைமில் ஒரு உங்களுக்கு எவ்வளோ கிலோ செலவாகுது? சீசன் டைமில் மழை டைமில் ஒரு தவசம் 35-40 அதுக்குள்ளே போகும். ഇവിടെ വെയിൽ ടൈമിൽ ഒരു 30 അത് കിട്ടും. 30 കിലോ ചിലവാകും. അപ്പം ഇത് നമുക്ക് ഇപ്പോൾ നിലവിൽ എന്നാ റേറ്റ്? ഇത് കിലോ 280. 280. നമ്മ കപ്പ എങ്കിരുന്ന് കിടക്കുന്നത്? ഇവിടെ കേരളത്തിൽ കപ്പ ലോക്കലില് എவ்வளோ വില? കപ്പ 30 കിലോ. 30 കിലോ. അപ്പം നമ്മളത് കൊണ്ടുവന്ന് ഇവിടെ റെഡിയാക്കി ഓയിലിൽ പോട്ട് എടുക്കും. ഇത് എപ്പോഴും സീവരുത്? ഇതാ സൈസ് സാധനത്തിലിട്ട് ചെയ്തത്. സ്ലൈസർ ഇതിൻ്റെ തടിയിലെ ഒരു സ്ലൈസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്ലൈസ് ചെയ്ത് വളരെ കനം കുറച്ചിട്ടാണ് ഇടുന്നത്. എന്നിട്ട് ഇത് വറുത്തെടുത്ത ശേഷം ഒരല്പം മുളക് പൊടിയും കൂടെ ഇടും. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് 35-40 കിലോ ശരാശരി. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് വേലൻ എന്നാണ്. എവിടെ? കോയമ്പത്തൂർ. എവിടെ? சேலம். சேலത്തിൽ നിന്ന് വന്ന് നിങ്ങൾ തനിയെ അത്? அப்பா உண்டு. அப்பா கடம்பநாட்டில் உண்டு. இதே பிஸ்னஸ். இதே பிஸ்னஸ் ஃபேமிலியா பண்ணிருக்கு? ஃபேமிலியா. தாராளமா சம்பாதிச்சிருக்காங்க. அங்க ஊர்ல நிறைய பூமி எல்லாம் வாங்கியிருக்கா? ஊர்ல பூமி இல்ல, நம்ம சொந்த பூமி ഉണ്ട്. ഉണ്ട് അല്ലേ? ഉണ്ട്. ഓക്കേ ചേട്ടാ. അപ്പോൾ ഉണ്ണിച്ചേട്ടാ, അപ്പോൾ ഇതിന്റെ വില കേട്ടോ, ഒരു കിലോ 280 രൂപ. 280 രൂപയാണ് ഈ ഒരു കിലോ കപ്പയുടെ. പിന്നെ നമ്മുടെ ചിപ്സ് വറുത്തതിൻ്റെ വില, അതായത് നമ്മുടെ ചീനി ലോക്കൽ മാർക്കറ്റ് 25 രൂപയേ ഉള്ളൂ. അതെ, 25 രൂപയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ, നമ്മൾ ഈ കപ്പ ചിപ്സ് വിൽക്കുന്ന ഒരു സുഹൃത്തിനെ നമ്മളിപ്പോൾ റോഡ് സൈഡിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു കണക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 40 കിലോ വരെ വിൽക്കുന്നുണ്ട്. അതായത് 40 കിലോ ശരാശരി വിൽക്കുന്നെങ്കിൽ 250 വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് 250 വെച്ച് നിങ്ങൾ കൂട്ടി നോക്കിയോ, വളരെ ഹ്യൂജ് ഒരു എമൗണ്ട് വരുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ 40 കിലോ അദ്ദേഹം വിൽക്കുന്നതിന് ചിലപ്പോൾ ഈ ഇത്രയും കപ്പയ്ക്ക് കൂടെ ചിലപ്പോൾ 1000 രൂപയുടെ സംഭവം അങ്ങനെ ആവത്തുള്ളൂ. 25 രൂപ അല്ല, 25 പച്ചക്കപ്പയ്ക്ക് ആവും. 25. അപ്പോൾ ഇത് വിൽക്കുന്ന വിലയെന്ന് വെച്ചാൽ ഏതാണ്ട് 300 വെച്ച് കൂട്ടിക്കോ. ഇപ്പോൾ നാമൊന്ന് പറയണ്ട 10-12,000 രൂപയ്ക്ക് അടുത്ത്. ഒരു 10,000 രൂപ ഏറ്റവും കുറഞ്ഞത് 10,000 രൂപ ഒരു ദിവസം ഇദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. അതെ. സേലത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ നിസ്സാരമായ ചിപ്സ് അദ്ദേഹം വിറ്റിട്ട് 40 കിലോയോളം പച്ചക്കപ്പ എടുത്ത് 40 കിലോയോളം അദ്ദേഹം സെയിൽ ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ചിപ്സിൻ്റെ 1 കിലോയുടെ വില പറയുന്നത് 280 രൂപയാണ്. അങ്ങനെ 40 കിലോ വരെ ശരാശരി വിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ കണക്ക് വെച്ച് നമ്മൾ കൂട്ടുമ്പോൾ ഒരു 10,000 രൂപയുടെ കച്ചവടം എന്തായാലും നടക്കുന്നുണ്ട്. എല്ലാം പോട്ടെ, ഇദ്ദേഹത്തിൻ്റെ ചിലവും ഈ പറയുന്ന പച്ചക്കപ്പയുടെയും ഈ അദ്ദേഹത്തിൻ്റെ ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും എല്ലാ എക്സ്പെൻസും, പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലിക്കൂലിയും കൂടെ എല്ലാം കൂടെ ഒരു 1000 രൂപ ജോലിക്കാശും കൂട്ടിക്കും. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം സ്ഥാപനം എന്നാലും അദ്ദേഹത്തിൻ്റെ 1000 രൂപ ജോലിക്കാശും എല്ലാം കൂട്ടിയതിന് ശേഷം ലാഭം ഒരു 5000 രൂപ കിട്ടത്തില്ലേ? ചെലവ് കഴിഞ്ഞ് 5000 രൂപ കിട്ടത്തില്ല. അതിൽ കൂടുതൽ കിട്ടുമെന്നാണ് അതിൽ കൂടുതൽ കിട്ടും. എന്നാലും നമ്മളൊരു ഏകദേശ കണക്ക് പറഞ്ഞതാണ്. ജോലിക്കാശ് കൂടാതെ 5000 രൂപ ഒരു ദിവസം ഒരു കപ്പ ചിപ്സ് വറക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചിന്തിക്കണം, നിങ്ങൾ മൈൻഡ് ഔട്ടാണ്. നമ്മളിവിടെ ഒരുപാട് ചെറുപ്പക്കാർ തൊഴിലില്ല. ആരാ പറഞ്ഞിട്ടുണ്ട് കേരളം പ്രാന്താലയമാണെന്ന്? ഇത് കണ്ടാൽ മനസ്സിലാവും പ്രാന്താലയം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ്. ജോലി ചെയ്യാൻ തീരുമാനിച്ചാൽ ഏത് തൊഴിലെന്നല്ല, എന്ത് തൊഴിലും ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തൊഴിൽ ഒരുപാടുണ്ട്. ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്ന ഒത്തിരി തൊഴിലുകളുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന മേഖലകളെല്ലാം മറ്റുള്ളവർ കൈയടക്കി. പെരുമ്പാവൂരോട് എന്നാൽ മൊത്തം ഈ ലാഭമുള്ള ബിസിനസ്സുകൾ പലതും ചെയ്യുന്നത് ഹിന്ദിക്കാരാണ്. നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുതപ്പുമായിട്ട് വരും. നമ്മുടെ സീസണിൽ പുതപ്പുമായിട്ട് വരും. ഒരു ദിവസം 10-15,000 രൂപയുടെ കച്ചവടം അവർ നടത്തിയിട്ട് അവർക്ക് ഒരു 5000 രൂപ അവർ ശമ്പളം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ കണക്ക് നമുക്കറിയില്ല. നമ്മുടെ മലയാളികൾ ഇത് ചെയ്യാൻ തയ്യാറാവത്തുമില്ല. പക്ഷേ ഇതിന്റെ ലാഭം, പ്രോഫിറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ വലിയ പ്രോഫിറ്റാണ്, ഭയങ്കര പ്രോഫിറ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് ഇത് ലൈവായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നിസ്സാരമായിട്ട് ഇത്രേ ഉള്ളൂ. 1000 രൂപയുടെ കപ്പയുണ്ടെങ്കിൽ, ഒരു ചെറിയ സെറ്റപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു എണ്ണച്ചട്ടിയും ഒരു ഗ്യാസും ചെറിയൊരു ഇതുപോലൊരു കടയുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട 40 കിലോ വിൽക്കേണ്ടെന്ന്. വേറെ കാര്യമുണ്ട്, 10 കിലോ വിറ്റാൽ പോലും ഒരു 10,300 രൂപയുടെ കച്ചവടമായി. പിന്നെ ഈ ചെയ്യുന്ന പോലെ
5 വർഷമായ ഓയിൽ ഉപയോഗിക്കരുത്. ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണം. ഇവിടെ ഇത് കരിയോല് പറ്റും ഓയിൽ നമ്മൾ കാണിക്കുന്നില്ല. അതിന് അവൻ ജീവിച്ചു പോട്ടെ, അതുകൊണ്ട് ആ ഓയിൽ നമ്മൾ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 2000 രൂപ ശമ്പളം ഈസി ആയിട്ട് എടുത്തു തരും. തീർച്ചയായിട്ടും ആള് നടത്തിയ ഒരു മണിക്കൂർ കൊണ്ട് വേണേൽ നിങ്ങൾക്ക് 2000 രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിസാര ചിപ്സ് കച്ചവടത്തിൽ കൂടെ 2000 രൂപ. ഇതുപോലെ തിരക്കുള്ള റോഡായിരിക്കണം അല്ലേ? തീർച്ചയായും തീർച്ചയായും. ഇതുപോലുള്ള നല്ല നാഷണൽ ഹൈവേയുടെ സൈഡിലൊക്കെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടിട്ടാൽ ജയിക്കത്തില്ല, എന്നാലും കച്ചവടം നടക്കും. പിന്നെ ഇതുപോലുള്ള റോഡ് നമ്മൾ തന്നെ വന്ന ഒരിക്കലും കണ്ട് തീർച്ചയായിട്ടും ഇത് ഇതിന്റെ ഒരു പ്രയോജനം വെച്ചാൽ എല്ലാവരും മിനിമം മേടിക്കുന്നത് 50 രൂപയ്ക്കാണ്. നമ്മൾ 50 രൂപയ്ക്ക് മേടിച്ചപ്പം നമുക്ക് ഈ അളവ് കണക്ക് നോക്കുവാണെങ്കിൽ ലാഭമോ അല്ല, ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട് ഇത്രയും ഉണ്ട്. 50 രൂപയ്ക്ക് ഈ ഒരു കവറിന്റെ 3/4 ഭാഗം ഉണ്ട്. വാങ്ങുന്നവർക്ക് ലാഭമാണ്, അതുപോലെ തന്നെ ലാഭമാണ് ഇത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക്. ഒരു വലിയ എമൗണ്ട് കച്ചവടം ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കൃത്യമായിട്ട് കച്ചവടം ചെയ്താൽ ഒരു 50,000 രൂപ മിച്ചം വയ്ക്കാൻ പറ്റില്ലേ? തീർച്ചയായും 50,000 അതിന് മുകളിൽ 50,000 പറ്റും. പക്ഷേ എത്ര കച്ചവടം കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 50,000 രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് ഞങ്ങൾ എഴുതി വെച്ച് തരാം. അതാണ് ഈ ഒരു തൊഴിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്കാരനെ വെച്ച് നമ്മളിത് ചെയ്യിച്ചാൽ പോലും അവന് ഡെയിലി ഒരു 1000 രൂപ നിങ്ങൾ ശമ്പളം കൊടുത്തോ പ്രശ്നമില്ല. 1000 രൂപ ശമ്പളം നിങ്ങൾ ഡെയിലി നിങ്ങൾ കൊടുത്താൽ പോലും നിങ്ങൾക്ക് നഷ്ടം വരുത്തില്ല, ലാഭമാണ്. അത്ര മുതൽ ഇത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കാര്യം ഇത് ശരിക്കും സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ബിസിനസ് ചെയ്താൽ പ്രോഫിറ്റ് വലിയ ലക്ഷങ്ങൾ മുടക്കിയുള്ള ബിസിനസ് വേണ്ട. നിങ്ങളൊരു 10,000 രൂപ മുടക്കി 10,000 രൂപ ആവത്തില്ല, എന്നാലും അതിൽ താഴെയുള്ളൊരു ബിസിനസ് ചെയ്താൽ പോലും വലിയ രീതിയിലുള്ള ഹ്യൂജായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുകിട ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യും, അതുപോലെ ഒന്ന് ലൈക്ക് വരിക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തും എന്ന് കരുതുന്നു. സൈനിങ് ഓഫ്, ഉണ്ണി ആൻഡ് ഹരി.